എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്ന ഒരു പുതിയ വിഷയമായിട്ട് ഈ സന്ധ്യയിൽ നമുക്ക് കടന്നു വരുവാൻ്റെ ഗുണം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. നാം ഇന്നായിരിക്കുന്ന ലോകം വളരെയധികം ആശങ്കകൾക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്. ഒരു വശത്ത് യുദ്ധം, ഒരു വശത്ത് വിലക്കയറ്റം, ഒരു വശത്ത് പലതരത്തിലുള്ള അനീതികൾ നടക്കുന്നു. ഇതിനിടയ്ക്ക് വേദപുസ്തകത്തിൽ നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ ഭാവി എന്തായിത്തീരും, മനുഷ്യൻ എങ്ങോട്ട് കുതിക്കുന്നു, ഇവയൊക്കെയും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയും. നമ്മൾ തുടർന്ന് ഇത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. നമ്മൾ മനുഷ്യൻ്റെ ഭാവി, നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഞാൻ വായിക്കുകയാണ്. വേദപുസ്തകം കയ്യിലുള്ളവരെല്ലാം അതെടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തൻ്റെ ദാസനായി യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിൻ്റെ വചനവുമായി കടന്നു വരുന്നു. നിൻ്റെ വചനം പഠിക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയോട് പഠിക്കുവാൻ വചനത്തിൻ്റെ ഉടമസ്ഥനായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ സെഷനെ സമർപ്പിക്കുന്നു. വേണ്ട വിധത്തിൽ സംസാരിപ്പാൻ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന വചനത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. കർത്താവേ, കേൾക്കുന്നവർക്ക് പ്രയോജനം വരത്തക്ക രീതിയിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടവരുത്തണമേ. വ്യാഖ്യാനം അങ്ങയുടേതാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായി നോക്കേണ്ടത് ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരായിരിക്കണം, ആരാണ് എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട്. യോഹന്നാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല യോഹന്നാന്മാരുണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും ഒരു യോഹന്നാൻ ആയിരിക്കണം എന്നാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് സബദിയുടെ മകനായ യോഹന്നാൻ. ആ യോഹന്നാൻ ഇത് എഴുതിയെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുന്ന സഭാപിതാവ് ഈ വെളിപ്പാട് പുസ്തകത്തെ അതിൻ്റെ ഓഥറിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് യോഹന്നാനെന്ന് മാത്രമേ വിശേഷിപ്പിക്കത്തുള്ളൂ. ഇത് സബദിയുടെ പുത്രനായ യോഹന്നാൻ തന്നെയാണെന്നാണ് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അടുത്ത കാലങ്ങളിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ 1, 2, 3 ലേഖനങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് അത് ഈ ഗ്രീക്കിലാണ് എഴുതിയത്. ആ ഗ്രീക്കിൽ എഴുതിയത് കൊണ്ട് ആ ഗ്രീക്കും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രീക്കും ഭാഷയും തമ്മിലുള്ള ശൈലി വ്യത്യാസത്തെ ആസ്പദമാക്കി വേറെ ഏതോ ഒരു യോഹന്നാൻ ഇത് എഴുതിയതാകാം എന്നുള്ള ഒരു ചിന്ത വേദ പഠിതാക്കളുടെ ഇടയിലുണ്ട്. ഞാനത് അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ്, വളരെ ലളിതമായിട്ടാണ് ഈ ഭാഗങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ യോഹന്നാൻ ഇതെഴുതി. നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് വിശ്വസിക്കാം സബദിയുടെ യേശുവിൻ്റെ മാർവിൽ ചാരിയിരുന്ന
യേശുവെ അധികം സ്നേഹിച്ച തൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ ഇത് എഴുതി എന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത്, ഈ പുസ്തകം എഴുതുമ്പോൾ ഇതിൻ്റെ അകത്തെ ചരിത്ര പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. ആർക്കെഴുതിയെന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യം കൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യം. വളരെ ശ്രദ്ധയോടെ നമുക്കായിരിക്കുക. താൻ ഇതെഴുതുന്ന സമയത്ത് റോം ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻ സാമ്രാജ്യമായിരുന്നു. നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ്റെ കാലം AD 81 തൊട്ട് 96 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഇത് എഴുതിയെന്നാണ് ഒരു കൂട്ടം ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ 60-ൽ തന്നെ ഇത് തുടങ്ങി, ഇത് എഴുതി എന്ന് നമുക്ക് എന്ന് പറയുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. നമുക്ക് താൽക്കാലികമായി ഇതിനെ 81 തൊട്ട് 96 വരെയുള്ള പീരീഡിലാണ്, ആ സമയത്ത് ഏതോ സമയത്താണ് ഈ പുസ്തകം എഴുതിയെന്ന് നമുക്ക് ചിന്തിക്കാം. അന്ന് ഭരിച്ചിരുന്ന രാജാവ് ഡൊമീഷ്യൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതിനു മുമ്പ് തന്നെ രാജാക്കന്മാർ തന്നെ ഭരിക്കുന്ന രാജാക്കന്മാരെ തന്നെ ദൈവമായി കൺസിഡർ ചെയ്തിരുന്നു. അവരെ ലോർഡ് ആൻഡ് ഗോഡ് എന്നുള്ള പദത്തോടു കൂടിയാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. ലോർഡ് ആൻഡ് ഗോഡ്. അപ്പോൾ ഇവരെ അറിയപ്പെട്ടിരുന്നത് ലോർഡ് ആൻഡ് ഗോഡ്. അവരെ വർഷിപ്പ് ചെയ്യുന്ന, അവരെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമുണ്ടായി. അവരുടെ ദേവാലയങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ഉടലെടുക്കുന്നതിനിടയായി തീർന്നു. ഈ ചക്രവർത്തിയെ ആരാധിക്കുക, പ്രത്യേകിച്ച് എഫെസോസ് പോലുള്ള നഗരങ്ങളിൽ ചക്രവർത്തിക്കായി വലിയ ക്ഷേത്രങ്ങൾ പണിതിരുന്നു. എന്നാൽ ആദിമസഭ വിശ്വസിച്ചിരുന്നത് യേശുവാണ് കർത്താവ്. യേശു ആണ് കർത്താവെന്ന് ആദിമസഭയും ഇന്നും വിശ്വസിക്കുന്നു. തിരുവെഴുത്തനുസരിച്ച് ഹി ഈസ് ലോർഡ്. ഫിലിപ്പ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തന്നെ കർത്താവ്, ഏത് നാവും യേശു കർത്താവെന്ന് ചൊല്ലണം. ഇതിൻ്റെ പുറകിലുള്ള ആശയം ഇതാണ്. ഇവർ എഫെസോസ് മാത്രമല്ല, പ്രത്യേകിച്ച് 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ 7 സഭകളെക്കുറിച്ചുള്ള ദൂത് കൊടുക്കുക. ആ സഭകളെല്ലാം, ഒരുപാട് സഭകളുണ്ടായിരുന്നു. ഈ സഭകളുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് 7 സഭകളിരിക്കുന്നത്. നമ്മളത് തുടർന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സഭകളായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ രാജാവിൻ്റെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. സീസർ ഈസ് ലോർഡ് ആൻഡ് ഗോഡ്. സീസർ കർത്താവും ദൈവമാണ്. അത് ഏറ്റു പറയണം. ഓരോ ലോക്കൽ സ്ഥലങ്ങളിൽ ഇത് പണിതിരുന്നു. ഇവർ നമ്മുടെ പിതാക്കന്മാർ, ആദിമസഭ വിശ്വസിച്ചിരുന്നത്, ഇന്നും വിശ്വസിക്കുന്നത് യേശുവാണ് കർത്താവ്. ചക്രവർത്തി ആരാധനയ്ക്ക് അവർ വഴങ്ങിയില്ല. അവർക്ക് കഴിയുമായിരുന്നില്ല. അവർ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ ഇതിനെ അവോയ്ഡ് ചെയ്യുന്ന നിമിത്തം അവർ പോകേണ്ടി വന്നു. ഒഫീഷ്യൽ ഭരണകൂടം ഇവർക്ക് എതിരായി മാറുകയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ക്രിസ്ത്യാനികളൊരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. യാതൊരു തരത്തിലുള്ള ദോഷവും രാജ്യത്തിനും ചെയ്യുന്നില്ല. അവരുടെ കർത്താവ് പറഞ്ഞിരുന്നത് കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുവാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സമാധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം നയിപ്പാൻ അവർ ആഗ്രഹിക്കുക. മാത്രമല്ല, അവർ ചക്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദേ നെവർ വർഷിപ്ഡ് ദ എംപറർ. ദേ നെവർ ഇൻവോൾവ് ഇൻ എംപറർ വർഷിപ്പ്. ഇത്
രാജ്യത്തിൻ്റെ ശത്രുവായി ഇവരെ എണ്ണുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ബൈബിൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് റോമൻ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് ബാബിലോൺ എന്നാണ്. തെറ്റിദ്ധരിക്കരുത്. ഇറാഖിലെ ബാബിലോൺ അല്ല, റോമിലെ ബാബിലോണാണ്. നമ്മുടെ അന്നത്തെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്, ഒരു രഹസ്യ പേരാണെന്ന് മിക്ക പണ്ഡിതന്മാരും പറയുക. റോം അവരുടെ സമ്പത്തിൽ അഹങ്കരിച്ചിരുന്നു, ദൈവജനത്തെ പീഡിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയമായും മതപരമായും റോമിനോട് പൂർണ്ണമായി വിധേയപ്പെടുവാൻ ഒരു സമൂഹത്തോട് യോഹന്നാൻ സംസാരിക്കുകയാണ്. രാഷ്ട്രീയമായും മതപരമായും റോമിനോട് പൂർണ്ണമായി വിധേയപ്പെടുവാൻ നിർബന്ധിതമായ ഒരു സമൂഹത്തോട് യോഹന്നാൻ സംസാരിക്കുകയാണ്. യോഹന്നാൻ ഈ പുസ്തകത്തിലൂടെ പറയുന്ന യഥാർത്ഥ അധികാരം സീസറിനല്ല, ചക്രവർത്തിക്കല്ല. യഥാർത്ഥ അധികാരം ദൈവത്തിൻ്റെ പക്കലാണ്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് വെളിപ്പാട് പുസ്തകം ഈ നൽകുന്ന ഉപദേശം. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുക. സഭകളോട് പറയുമ്പോൾ നമ്മളത് വ്യക്തമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സഭകളോട് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ നമ്മൾ ഈ പുസ്തകം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്തെല്ലാം വന്നാലും, ലോകം നമ്മുടെ വിശ്വാസത്തെ നമ്മളെ അതിൽ നിന്നും പിന്തിരിക്കുവാൻ ശ്രമിച്ചാലും നമ്മൾ കർത്താവിൽ വിശ്വസ്തരായി നിൽക്കണമെന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വി ലീവ് ഇൻ എ ടൈം ഓഫ് ഫിയർ, കൺഫ്യൂഷൻ ആൻഡ് അൺസർട്ടനിറ്റി. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഭയം, ആശയക്കുഴപ്പം, അനിശ്ചിതത്വം, യുദ്ധങ്ങൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ വല്ലാത്ത മോറൽ ഡിഗ്രഡേഷൻ, ധാർമ്മിക അധപ്പതനമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ലോകത്തിന് എന്താണ് സംഭവിക്കുന്നത്? അന്യോന്യം ചോദിക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം അതിന് പ്രത്യാശ നൽകുകയാണ്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇപ്പോഴും ഇതിൻ്റെ നിയന്ത്രണം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന്. ദൈവത്തിന് കൺട്രോളില്ലേ, ദൈവം ഇടപെടുന്നില്ലേ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ സമയവും ചിന്തിക്കുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതാണ്. അത് നമ്മൾ പോയിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായി ഇത് കേൾക്കുക, സമയത്തിന് കടന്നു വരിക, തുടർച്ചയായി ഇത് കേൾക്കുക. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമ്മൾ ആദ്യമായി ഇത് പഠിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനും ദൈവം അത് അവന് കൊടുത്തു. ഇതിൻ്റെ ഒറിജിൻ, ഈ പുസ്തകത്തിൻ്റെ ഒറിജിൻ യോഹന്നാൻ എഴുതിയാണെന്ന് പറഞ്ഞാലും ദൈവം അവന് കൊടുത്തു. ദൈവം ആർക്ക് കൊടുത്തു? ആ ഭാഗം നമ്മളെ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് നൽകി. നോക്കിക്കേ, യേശു ക്രിസ്തുവിന് വെളിപ്പാടെന്നാണ് ഒന്നാമത്തെ സെൻറ്റൻസ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം യേശു ക്രിസ്തുവിന് ഇത് കൊടുത്തു. തന്നെയുമല്ല,
അത് എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്? ഭാവിയിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുമ്പോൾ എൻ യൂസേഴ്സ് എന്ന് പറയുന്നൊരു പദമുണ്ട്. ആരാണ് ഫൈനലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? അവർക്ക് വേണ്ടി അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. വളരെ കെയർഫുള്ളായി നമുക്ക് ഓരോ വാക്കുകളും പഠിക്കാം. ദൈവം ഇത് കൊടുത്തു, ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്തു, യേശു ദൂതന് കൊടുത്തു, ദൂതൻ അത് തൻ്റെ ദാസനായ യോഹന്നാന് കൊടുത്തു, യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് സഭകൾക്ക് വേണ്ടി എഴുതുകയാണ്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇത് മനുഷ്യ സന്ദേശമല്ല, ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ദൈവിക സന്ദേശം ദൈവം തൻ്റെ ദാസനിലൂടെ കൊടുക്കുക. അപ്പോൾ ദൈവം, പിതാവാം ദൈവം, God the Father, Lord Jesus Christ, Angel and John. എന്നിട്ട് ജോണ് 7 സഭകൾക്ക് കൊടുക്കുക. 7 സഭകളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെല്ലാം ഉണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ഇത് തുറന്ന പുസ്തകമായി കിടക്കുകയാണ്. ഇതിനെ വെളിപ്പാട് പുസ്തകം എന്നാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ വചനം ദൈവത്തിൽ നിന്നുള്ളത് കൊണ്ട് നാം അതിൽ പൂർണ്ണമായും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വള്ളിയെങ്കിലുമോ ഒരു പുള്ളിയെങ്കിലുമോ ഇതിനകത്തൊന്നും മാറുന്ന പ്രശ്നമില്ല. ലോകത്തിലെ എന്തെല്ലാം കോൺട്രാക്റ്റുകൾ മാറിയാലും, ലോകത്തിലെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നാലും, ദിസ് വേർഡ് വിൽ നെവർ ചേഞ്ച്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? റെവലേഷൻ എന്ന് പറഞ്ഞാൽ ടു അൺകവർ ഓർ റിവീൽ സംതിങ് ഹിഡൻ, മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ മറനീക്കി കാണിക്കുക. അൺകവർ, ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒരു മൂടി വെച്ച് ചില സാധനങ്ങൾ ഇട്ട് വച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മൂടി മാറ്റി കാണിക്കുന്നതിനെയാണ് അൺകവർ എന്ന് നമ്മൾ പറയുന്നത്. God is showing us what will happen in the future. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വാക്യം, ഒരൊറ്റ വാക്ക് നോക്കണം. യോഹന്നാന് പ്രദർശിപ്പിച്ചു. തൻ്റെ മുമ്പിൽ ഇങ്ങനെ ഫിലിം കാണുന്നത് പോലെ താൻ കാണുകയാണ്. താൻ അത് 4 തൊട്ടുള്ള അധ്യായങ്ങളിലാണത് കാണുന്നത്. ഭാവി നടക്കാനുള്ള വിഷയം ഫിലിം കാണുന്നത് പോലെ ഇന്നത് പറയാൻ നമുക്ക് സാധിക്കും. ഫിലിം കാണുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതേ പ്രക്രിയയാണ് അവിടെ നടന്നത്. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ള വചനമാണ്. God is showing us what will happen in the future. മനുഷ്യർ ആശങ്കാകുലരാകുമ്പോൾ, മനുഷ്യർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യർ ഭയചകിതരാകുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടക്കുമ്പോൾ, ഇനി എന്ത് ഭാവി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും കൈ തന്നിരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ? വെൻ ഈവിൾ ലുക്ക് സ്ട്രോങ്, ദുഷ്ടത ഭയങ്കരമായി അഴിഞ്ഞാടിയാലും, ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. ദൈവത്തിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ നിന്നും മാറ്റിയിട്ടില്ല, വഴുതി പോയിട്ടില്ല. അവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഇപ്പോഴും കാര്യങ്ങൾ എല്ലാം നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭാവി നമ്മുടെ കർത്താവ് അറിയുന്നു. അവർ ഫ്യൂച്ചർ, ലോകത്തിൻ്റെ ഫ്യൂച്ചർ, രാഷ്ട്രങ്ങളുടെ ഭാവി അറിയുന്നു. അവൻ അറിയുക മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. രാത്രിയിൽ ഏതെങ്കിലും വിഷയത്തോടെ
ആശങ്കാകുലരായി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ അറിയുന്ന ദൈവം മാത്രമല്ല, അതിലെ ഓരോ നിമിഷവും നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന്. വി ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നാം ആയിരിക്കുക. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് വചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിനെ പറ്റി ചില കാര്യങ്ങളൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇതൊരു പ്രവചന പുസ്തകമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമെടുത്തിരിക്കുന്നു. ഇതൊരു പ്രവചനമാണ്. അത് 1:3 ഇങ്ങനെയാണ്. ഇതൊരു പ്രവചന പുസ്തകമാണ്. ദിവസം നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് റോമാലേഖനം തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പിസൽസ്, ലേഖനങ്ങളാണ്. എന്നാൽ ഇതൊരു ലേഖനമാണ് ഇതിനകത്തുണ്ടെങ്കിലും ഇതൊരു ലേഖനമല്ല. അതായത് 2-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ ഇതൊരു സഭകൾക്കുള്ള ലേഖനമാണ്. എഴുതി കൊടുക്കുന്ന സർക്കുലറാണ്, ലെറ്ററാണ്, അത് ലേഖനമാണ്. എന്നാൽ ഇത് ലേഖനത്തെക്കാളുപരിയായി ഒരു പ്രവചന പുസ്തകമാണ്. 1:3 നമ്മളിങ്ങനെ കാണുന്നു, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അടുത്ത സമയം വളരെ അടുത്തിരിക്കുക. ടൈം ഈസ് വെരി നിയർ. അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഈ പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ, അതിന് പ്രവചന പുസ്തകമാണ്. അതേ അധ്യായത്തിലെ 22-ാമത്തെ അധ്യായം 10-ാം വാക്യം, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ദിസ് ഈസ് എ പ്രോഫറ്റിക്കൽ ബുക്ക്, ഈസ് എ ബുക്ക് ഓഫ് പ്രോഫസി. ഇനി അടുത്തൊരു ചോദ്യം, ഈ പ്രവചനത്തിൻ്റെ പർപ്പസ് എന്താ? പ്രവചനം എന്ന് പറയുമ്പോൾ ഭാവി നടക്കാനുള്ള കാര്യം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ അതിലുപരിയായി ഭാവി നടക്കേണ്ട കാര്യം അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അതിൻ്റെ ആൻസർ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചനം മനുഷ്യനാണ് ആവശ്യം. ഭാവിയെക്കുറിച്ച് മാത്രമല്ല, പ്രവചനം കേൾക്കുമ്പോൾ ഒരുവൻ്റെ ആത്മീയ വർധനവ് വരുത്തുവാൻ ഉതകുന്നു. അപ്പോൾ പ്രവചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ആത്മീയ വർധനവ് വരുത്താത്ത ഒന്നും പ്രവചനത്തിൻ്റെ ആ ക്രൈറ്റീരിയക്കുള്ളിൽ വരുന്നില്ല. തന്നെയുമല്ല, അത് പ്രബോധിപ്പിക്കുക, നമ്മളെ എൻകറേജ് ചെയ്യുക. തന്നെയുമല്ല, പ്രവചനം കേൾക്കുമ്പോൾ ആശ്വാസവും കൂടെ വരികയാണ്. അത് മനുഷ്യരോട് ദൈവം സംസാരിക്കുക. അപ്പോൾ 2-3 അധ്യായങ്ങളിൽ ഇതിൻ്റെ ഉദാഹരണം കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2-3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായങ്ങളിൽ 7 സഭകളോട് പറയുക. എഫിസോസ്, 2-ാമത്തേത് സ്മുർന്ന, അങ്ങനെ പെർഗമോസ് എന്നീ സഭകൾക്ക് എഴുതുകയാണ്. ഇവരോട് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവരുടെ കണ്ടംപററി സിറ്റുവേഷൻ, അവരുടെ ആ സമയത്തുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരോട് സംസാരിക്കുക. അവർ കഷ്ടത്തിലൂടെ പലരും പോകുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുക. അവർ പലരും ആത്മീയമായ
ചൈതന്യം നഷ്ടപ്പെട്ടവരായി മാറിപ്പോകുന്നുണ്ട്. അവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കുക, അവർക്ക് വാണിംഗ് കൊടുക്കുക. അപ്പോൾ പ്രവചനത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രവചന പുസ്തകം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകമാണ്. വാക്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ആ 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവചനമായി പറയുക. നമ്മളെന്താ പ്രവചനം എന്ന് പറഞ്ഞാൽ, പ്രവചിക്കുന്നതിന് ആത്മീയ വർധനവിന് വേണ്ടി പറയുക, പ്രബോധനത്തിന് വേണ്ടി പറയുക, ആശ്വാസത്തിനായി പറയുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതൊരു അപ്പോക്കാലിപ്റ്റിക് ബുക്കാണ്. വേദപുസ്തകത്തിൽ 2, അതായത് വെളിപ്പാടുകൾ അടങ്ങിയ ബുക്കുകൾ, ഒരു ലിറ്ററേച്ചറാണ്. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള ലിറ്ററേച്ചറുകളുണ്ട്. പാട്ടുകളുണ്ട്, സങ്കീർത്തനങ്ങൾ പാട്ടുകളാണ്, സുവിശേഷങ്ങൾ ചരിത്രങ്ങളാണ്, നന്നായിട്ടറിയാം. ലേഖനങ്ങൾ എഴുത്തുകളാണ്, പ്രോസാണ്. ഓക്കെ, പാട്ടുകളും ലേഖനങ്ങളും തമ്മിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതതിൻ്റെ രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. നമുക്കത് വേറെ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇത് അതുപോലെ തന്നെയുള്ളൊരു ശാഖയാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അപ്പോക്കാലിപ്റ്റിക് അതായത് വെളിപ്പാടിൻ്റെ ഒരു സാഹിത്യമുണ്ട്. അത് ഞാനൊന്ന് പറയാം, ഓർത്താൽ നമുക്ക് ഓർക്കാൻ ശ്രമിക്കുക. ആ വെളിപ്പാടിൻ്റെ സാഹചര്യത്തിൽ പറയുന്ന ആ സാഹിത്യത്തിൽ അവർ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കും, ഭൂമിയെക്കുറിച്ച് സംസാരിക്കും, മനുഷ്യരാശിയെക്കുറിച്ച് സംസാരിക്കും, ദൈവത്തെക്കുറിച്ച് സംസാരിക്കും. ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൂതന്മാരെക്കുറിച്ച് സംസാരിക്കും, പിശാചുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കും, അതുപോലെ വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് സംസാരിക്കും. നിഗൂഢതകൾ വെളിപ്പെടുത്തി അത് തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് കാണിച്ചു കൊടുക്കും, വിശ്വാസികളായ നമ്മൾക്കും കാണിച്ചു തരും. ഞാൻ യഹൂദൻ്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചാണ്, വെളിപ്പാട് പുസ്തകത്തിൽ എവിടെയാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൽ യഹൂദന്മാരെ പരാമർശിക്കുന്നത്? പഴയ നിയമത്തിലൊരു പുസ്തകമുണ്ട്, ദാനിയേൽ പ്രവചനം. അതും അപ്പോക്കാലിപ്റ്റിക് ബുക്കാണ്. അതും വെളിപ്പാട് പുസ്തകം, ഈ 2ഉം ഒരേ തരത്തിലാണ്. നമുക്ക് ഒരേ സാഹിത്യ ആ ശാഖയിലുള്ള പുസ്തകങ്ങളാണ് ഇവ 2ഉം. അവിടെ എന്തെല്ലാം പറയുന്നുണ്ട്? ഭൂമിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മനുഷ്യരാശിയെക്കുറിച്ചും ദൂതന്മാരെക്കുറിച്ചും പിശാചുകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. 2ഉം നമ്മൾ പഠിക്കണം, 2ഉം കൂടെ ഒരുമിച്ചാണ് പഠിക്കണം. നമുക്കതിന് സാവകാശമില്ലല്ലോ. ഇത് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറാണ്. ഇനി ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ട്രാക്ട് ഫോർ ഹാർഡ് ടൈംസ്. ട്രാക്ട് എന്ന് പറഞ്ഞാൽ ലഘുലേഖ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കുന്ന ആ ലഘുലേഖ പോലെയാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് പറയാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കാണുന്നത് അടുത്ത ഭാഗം എന്താണ്? ഈ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. നമ്മൾ കണ്ടു, പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്തു, യേശുക്രിസ്തു ദൂതന് കൊടുത്തു, ദൂതന് യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ സഭകൾക്ക് കൊടുത്തു. ഇതിൻ്റെ ഒറിജിനലാണ് പിതാവാം ദൈവം. ഇനി എന്താണ് ഇതിലത്തെ കണ്ടൻറ്റ്? വാട്ട് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. ഇമ്മീഡിയറ്റ്ലി, സൂൺ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള അർത്ഥമല്ല. മീൻസ് വി മസ്റ്റ് ഓൾവേസ് ബി റെഡി. ജീസസ് ക്യാൻ കം അറ്റ് എനി ടൈം. എത്രയും പെട്ടെന്ന് നടക്കും. പക്ഷേ യേശുവിൻ്റെ വരവ് അത് ഇന്ന് നടക്കും എന്നുള്ള അർത്ഥത്തിലല്ല, എപ്പോഴും തയ്യാറായിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇതെഴുതി ഈ
ഈ ഭാഗം പറയുന്നത്. ദാറ്റ് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. അത് ഇന്നാകാം, നാളെയാകാം, മറ്റന്നാളാകാം, അടുത്ത വർഷമാകാം. വി ഡോണ്ട് നോ, വി വിൽ നോട്ട് നോ. നമുക്ക് ആർക്കും അത് അറിയത്തില്ല. എന്നാൽ അതിനുവേണ്ടി റെഡിയാകുക. പ്രിയമുള്ളവരെ, സമയം അതിൻ്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ആർ വി റെഡി? യേശുവിൻ്റെ വരവ് എപ്പം വേണേലും നടക്കാം. എല്ലാ ദിവസവും അതിനായി തയ്യാറെടുക്കുക. ലീവ് റെഡി എവറി ഡേ. രണ്ടാമത്തെ വാക്യം, അവൻ ദൈവത്തിൻ്റെ വചനവും. ഞാൻ ഒന്നാമത്തെ വാക്യമാണ് ഇത്രയും പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അവൻ ദൈവത്തിൻ്റെ വചനവും പിന്നെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ജോണൊരു വിറ്റ്നസ്സാണ്. അവനത് കണ്ടു. He says this message is the word of God and testimony of Jesus. യോഹന്നാൻ ഒരു സാക്ഷിയാണ്. അവൻ കണ്ടത് പറയുക, സത്യമായും അവൻ കണ്ടത് തന്നെ പറയുക. ഈ സന്ദേശം ദൈവവചനം എന്ന് യേശുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുക. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് തൻ്റെ ഹ്യൂമൻ എക്സ്പ്രഷനിൽ പറയുവാൻ കഴിയത്തില്ല. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച്, അടുത്ത ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്, പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടത് പറയുക. ഇന്ന് അത് താൻ സാക്ഷിയാകുക. രണ്ടാം വാക്യം നോക്കിക്കേ, അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. നാം സാക്ഷികളാകുകയാണ്. കണ്ട വിഷയങ്ങൾ സാക്ഷികളാകുകയാണ്. മൂന്നാമത്തെ വാക്യം നമുക്ക് വളരെ നന്നായി അറിയാവുന്ന വാക്യം. എന്തായാലും അത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഭാഗ്യവാന്മാർ. ഈ പ്രവചനത്തിൻ്റെ അവിടെ ഈ മൂന്നാം വാക്യം പറയുന്നുണ്ട്, പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. ദിസ് ഈസ് എ സ്പെഷ്യൽ ബ്ലെസ്സിങ്. 3 types of people. 3 തരത്തിലുള്ള ആളുകൾ. ഒന്ന് വായിക്കുന്നവർ, 2 കേൾക്കുന്നവർ, 3 അനുസരിക്കുന്നവർ. നമ്മളിത് 3 ആകണം. 3 തരത്തിലുള്ള ആളുകൾക്ക് അനുഗ്രഹമുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ അനുഗ്രഹമാണ്, കേൾക്കുമ്പോൾ തന്നെയും അനുഗ്രഹമാണ്, വായിച്ച് കേട്ടത് അതും അനുഗ്രഹമാണ്. ഇത് 3 കൂടെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ അനുഗ്രഹം നിശ്ചയമായും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേൾക്കുക മാത്രമല്ല, അനുസരിപ്പാൻ കൂടെ തയ്യാറാകണം. പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അത് അനുസരിക്കുവാൻ, ഹൃദയങ്ങളിൽ അത് കുറിക്കൊള്ളുവാൻ, അമെൻമെൻറ്റ്സ് വരുത്തേണ്ട ഏരിയകളിൽ, റെക്കൺസൈൽ ചെയ്യേണ്ട ഏരിയകളിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ക്രമീകരിക്കേണ്ടുന്ന ഏരിയകളിൽ നമ്മൾ അനുസരിപ്പാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഒബീഡിയൻസ് ബ്രിങ്സ് ബ്ലെസ്സിങ്. അനുഗ്രഹം അനുസരണം മൂലം വരികയാണ്. കാരണം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇത് അനുസരിക്കേണ്ടത്? സമയം അടുത്തിരിക്കുന്നു. The time is near. This means we must take God's words seriously. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര നാളായിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക? ഒരു പക്ഷെങ്കിൽ ഇത് യൂട്യൂബിലൂടെയൊക്കെ പോവുകയാണെങ്കിലും കേൾക്കുന്ന സഹോദരങ്ങളെ, ഇറ്റ് ഈസ് എ സീരിയസ് കോൾ. ടൈം ഈസ് നിയർ. സമയം അടുത്തിരിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ സമയം എടുത്തിരിക്കുകയാണ്. ദൈവത്തോട് കമ്മിറ്റഡായി ജീവിപ്പാൻ, അവനോട് സമർപ്പണത്തോടെ പശ്ചാത്താപത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക.
ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വൈകരുത് കേട്ടോ, ഒട്ടും. ദൈവത്തെ അനുഗമിക്കണം. സമയം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ട്രസ്റ്റ് ഗോഡ് ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. കഠിനമായ ശോധനയിലൂടെ നമ്മൾ പോകുമ്പോഴും സമയങ്ങളിലൂടെ പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. ബി റെഡി ഫോർ ജീസസ് കമ്മിങ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. വിശുദ്ധ ജീവിതം നയിക്കുക. സുവിശേഷം മറ്റുള്ളവരോട് പറയുക. ദൈവം അതിനായി നമ്മളെ വിളിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. നമുക്ക് വേണ്ടി ദൈവം ഭാവിയെ തുറന്ന് കാണിക്കുക. തൻ്റെ വിശുദ്ധന്മാരറിയാതെ ഭൂമിയിലൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. അത് യോഹന്നാൻ സാക്ഷിയായി. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നടക്കാൻ പോകുകയാണ്. ആർ വി റെഡി? പഠിക്കുമ്പോൾ നമ്മളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. നമ്മളുടെ ലൗകിക ചിന്തകളൊക്കെ മാറി നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഓടുവാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിനായി നന്ദി പറയുന്നു. നിൻ്റെ വചനം മനസ്സിലാക്കുവാനും അനുസരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, ഞങ്ങൾ നിരൂപിക്കുന്നതിനേക്കാൾ നിൻ്റെ രക്ഷ വളരെ അടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ലോക സംഭവങ്ങൾ അതിലേക്ക് വഴിതെളിക്കുന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആധുനിക വാർത്തകൾ, അതിൻ്റെ ആ ചലനങ്ങൾ ഞങ്ങൾ കാണുന്നു. കർത്താവേ, നിൻ്റെ വരവിൻ്റെ മാറ്റുവിളി ഞങ്ങൾ കേൾക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ കൃപയോട് ഞങ്ങളെ പൊതിയണമേ. അനുഗ്രഹസമൃദ്ധിയോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തരട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.